ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഴ നീങ്ങിയപ്പോൾ റോഡുകൾ കുഴിമയമാണ്. പൊട്ടിപ്പൊളിഞ്ഞ് ശോചനീയാവസ്ഥയിലായ റോഡുകളിലൂടെയുള്ള യാത്ര കഴിഞ്ഞാൽ ഒരു ഉഴിച്ചിൽ അനിവാര്യമാണ്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും പണിമുടക്കും നടത്തിയെങ്കിലും എല്ലാം കുഴിയടക്കലിൽ ഒതുങ്ങി. സെപ്റ്റംബർ 5-ന് മുൻപ് സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും എന്ന മന്ത്രിയുടെ ഉറപ്പിന്മേലാണ് ഇനി. അത് കുഴിയിൽ വീണില്ലെങ്കിൽ ഭാഗ്യം. പ്രധാന വാർത്തകളിലേക്ക്. സെപ്റ്റംബർ 5-ന് മുൻപ് സംസ്ഥാനത്തെ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ്. സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം കുടുംബശ്രീ നിലനിൽക്കുമെന്ന് മേയർ പ്രൊഫസർ എ.കെ. പ്രേമജ. കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമെന്ന് സ്കൂൾ മാനേജ്മെന്റ്. തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ നടപടിയെന്നും മാനേജ്മെന്റ്. വാർത്തകൾ വിശദമായി. സെപ്റ്റംബർ 5-ന് മുൻപ് സംസ്ഥാനത്തെ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് കോഴിക്കോട് PWD റെസ്റ്റ് ഹൌസിൽ നടന്ന പൊതുമരാമത്ത് വകുപ്പ് മേധാവികളുടെയും ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 5-ന് മുൻപ് സംസ്ഥാനത്തെ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. കരാറുകാരുടെ പ്രശ്നങ്ങൾക്ക് ബുധനാഴ്ചയോടെ പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് PWD റെസ്റ്റ് ഹൌസിൽ പൊതുമരാമത്ത് വകുപ്പ് മേധാവികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 33,000 കിലോമീറ്റർ റോഡുകളാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ 15% റോഡുകൾ മാത്രമാണ് അറ്റകുറ്റപ്പണികൾ നടത്താനുള്ളത്. റോഡുകളുടെ കുഴിയടക്കൽ ഒരു ശാശ്വത പരിഹാരമല്ല. കരാറുകാരുടെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കുമെന്നും കോഴിക്കോട് ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവൃത്തികൾ സെപ്റ്റംബർ 1-ന് ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതും പൂർണ്ണമായും സത്യവിരുദ്ധവുമാണെന്ന് സ്കൂൾ മാനേജ്മെന്റ്. ആരോപണത്തിന് പിന്നിൽ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട PTA പ്രസിഡന്റും ഭാര്യയും സ്കൂളിലെ ഹിന്ദി അധ്യാപകനുമാണെന്നും പ്രിൻസിപ്പൽ മുരളി മോഹൻ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. സ്കൂളിനെതിരെയുണ്ടായ ആരോപണത്തിന് വിദ്യാർത്ഥികളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. ഒരു വർഷം മുൻപ് അവസാനിപ്പിച്ച ഈ വിഷയം സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ പുറത്താക്കപ്പെട്ട PTA പ്രസിഡന്റും സ്കൂളിലെ ഹിന്ദി അധ്യാപകനും കെട്ടിച്ചമച്ചതാണെന്നും പ്രിൻസിപ്പൽ മുരളി മോഹൻ പറഞ്ഞു. സൗഹൃദാന്തരീക്ഷത്തിൽ വിദ്യാർത്ഥികളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ജാഗ്രതാ സമിതിയുണ്ട്. ഇഷ്ടംപോലെ ക്ലബ്ബുകളൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. ഏതെങ്കിലും ഒരു ക്ലബ്ബ് കൺവീനറുടെ അടുത്തോ അല്ലെ ജാഗ്രതാ സമിതിയുടെ മെമ്പർമാരുടെ അടുത്തോ ഈ പരാതി അവർ പറയായിരുന്നു. അത്തരത്തിലുള്ള ഒരു പരാതിയും സ്കൂൾ അധികാരികൾക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. സ്കൂൾ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഹിന്ദി അധ്യാപകനെതിരായി നടപടികൾ മാനേജ്മെന്റ് സ്വീകരിക്കുമെന്ന ഘട്ടത്തിലാണ് സ്കൂളിനെതിരെ പീഡന കഥകളുമായി അധ്യാപകൻ രംഗത്തെത്തിയത്. ഈ വാർത്ത തീർത്തും കെട്ടിച്ചമച്ചതാണെന്നും സ്കൂൾ മാനേജ്മെന്റിനോ അധ്യാപകർക്കോ PTA അംഗങ്ങൾക്കോ ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെന്നും സ്കൂൾ അധികാരികൾ വിശദീകരിച്ചു. സ്കൂളിന്റെ സൽകീർത്തിയെ അപമാനിച്ച ദൃശ്യമാധ്യമങ്ങൾക്കെതിരെയും ഹിന്ദി അധ്യാപകനെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. സത്യത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുന്നേ സ്കൂൾ അധികാരികളോട് പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കൾ ഒരു വിവരം ചോദിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വന്ന എല്ലാ രേഖകളും കാണിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അങ്ങനെ ആ രേഖകൾ നിങ്ങൾ പരിശോധിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരമൊരു വാർത്ത ഇന്നലെ ചാനലുകളിൽ വരില്ലായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ
പ്രിൻസിപ്പൽ മുരളി മോഹൻ, ഹെഡ്മാസ്റ്റർ വി ഗോവിന്ദൻ, PTA ഭാരവാഹി മൊയ്തീൻ കോയ, ഗീത ടീച്ചർ, മാനേജ്മെന്റ് പ്രതിനിധി ഗോവിന്ദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം കുടുംബശ്രീ നിലനിൽക്കുമെന്ന് മേയർ പ്രൊഫസർ AK പ്രേമജം. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കണ്ണഞ്ചേരി വിപണന കേന്ദ്രത്തിൽ ആരംഭിച്ച നിത്യോപയോഗ സഹകരണ സ്റ്റോറിന്റെയും പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ. കോഴിക്കോട് കോർപ്പറേഷൻ ഈ വർഷത്തെ നഗരസഭയുടെ വികേന്ദ്രീകൃത ആസൂത്രണ ഫണ്ട് ഉപയോഗിച്ചാണ് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നിത്യോപയോഗ സഹകരണ സ്റ്റോർ ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി കണ്ണഞ്ചേരി വിപണന കേന്ദ്രത്തിൽ ആരംഭിച്ച സഹകരണ സ്റ്റോറിന്റെയും പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം മേയർ പ്രൊഫസർ AK പ്രേമജം നിർവഹിച്ചു. സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം കുടുംബശ്രീ നിലനിൽക്കുമെന്ന് മേയർ പറഞ്ഞു. സ്ത്രീ ശാക്തീകരണം ഉദാത്തമായി കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചത് അഭിമാനകരമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സ്ത്രീകളുള്ള കാലത്തോളം അത് അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ടു പോകുമെന്നാണ് എന്നെപ്പോലുള്ളവർക്ക് പറയാനുള്ളത്. സ്ത്രീ ശാക്തീകരണത്തെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു എന്നത് തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടമായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി, മരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മോഹനൻ, നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ T രജനി, വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MT പത്മ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ, KK മുഹമ്മദ് ഫൈസൽ, P കിഷൻ ചന്ദ്, ഷീജ വിനോദ്, K ബീന, PP ഷീജ, റംസി ഇസ്മായിൽ എന്നിവർ സംബന്ധിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദരിദ്രരായ ജനങ്ങൾക്ക് തുച്ഛമായ വിലകൾക്ക് സാധനങ്ങൾ നൽകുന്നതിനും നഗരസഭാ പരിധിയിലെ അഗതി കുടുംബങ്ങൾക്കും അംഗൻവാടിയിലേക്കും വിദ്യാലയങ്ങളിലേക്കും ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആഗോളീകരണ പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി ഇന്ത്യയിലെ തൊഴിലാളി സമൂഹം ഗുരുതര പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചുമട്ടുതൊഴിലാളി യൂണിയൻ AITUC കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിലാണ് നടന്നത്. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആഗോളീകരണ പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി ഇന്ത്യയിലെ തൊഴിലാളി സമൂഹം ഗുരുതര പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് നിയമസഭയിൽ ഭരണാധികാരികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായി തൊഴിലാളികൾ ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിലാളികളുടെ ഐക്യം ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് കുടിയുടെ നിറങ്ങൾക്ക് അതീതമായിട്ടുള്ള ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഭരണാധികാരി വർഗത്തിന്റെ കടന്നാക്രമണങ്ങളെ ചെറുത്ത് പരാജയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് PK നാസർ അധ്യക്ഷം വഹിച്ചു. ജനറൽ സെക്രട്ടറി PP മോഹൻ, അബ്ബാസ് മേലാത്ത്, S രമേശൻ, CC അപ്പൂട്ടി, P കുഞ്ഞഹമ്മദ്, CP ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. സ്കൂളുകൾ അനുവദിക്കുന്നതിനും സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ചും ഒരു ജീവിതം മുഴുവൻ പുരോഗമന പ്രസ്ഥാനത്തിനും പാർട്ടിക്കും വേണ്ടി സമർപ്പിച്ച നേതാവായിരുന്നു MC നാണുവെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. ചെത്തുതൊഴിലാളി യൂണിയൻ കോഴിക്കോട് താലൂക്ക് കമ്മിറ്റി നിർമ്മിച്ച MC നാണു സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെത്തുതൊഴിലാളി യൂണിയൻ നേതാവ് MC നാണുവിന് സ്മാരകമായി ഓഫീസ് സമുച്ചയം യാഥാർത്ഥ്യമായി. ചെത്തുതൊഴിലാളി യൂണിയൻ കോഴിക്കോട് താലൂക്ക് കമ്മിറ്റിയാണ് നാണുവിന്റെ പേരിൽ സ്മാരക മന്ദിരം നിർമ്മിച്ചത്. കോഴിക്കോട് ആനിഹാൾ റോഡിലെ T അശോകൻ സ്മാരക കെട്ടിടത്തിലാണ് 300 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള സ്മാരക ഹാൾ ഒരുങ്ങിയിരിക്കുന്നത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ചും ഒരു ജീവിതം മുഴുവൻ പുരോഗമന പ്രസ്ഥാനത്തിനും പാർട്ടിക്കും സമർപ്പിച്ച നേതാവായിരുന്നു MC നാണുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. പാർട്ടിക്ക് വേണ്ടി ഏത് ജോലി ഏറ്റെടുക്കുന്നതിനും അത് നിർവഹിക്കുന്നതിനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. സത്യസന്ധമായി കൃത്യനിഷ്ഠയോടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുന്നതിൽ നാണുവേട്ടൻ മുൻപന്തിയിലുണ്ടായിരുന്നു. കോഴിക്കോട്ടെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ചില പ്രത്യേകതകളുണ്ട്. അത് ഈ സന്ദർഭത്തിൽ നാം ഓർത്തുപോകുന്നത് നല്ലതാണ്. 1937 കോഴിക്കോട് കേന്ദ്രമായി
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സംഘടന രൂപീകരിക്കുന്നത്. സഖാവ് കൃഷ്ണപിള്ള സെക്രട്ടറി. 4 പേരാണ്. സഖാവ് പി കൃഷ്ണപിള്ള, EMS, കെ ദാമോദരൻ, NC ശേഖർ. ഈ 4 സഖാക്കൾ ഒന്നിച്ചിരുന്നുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് ടി ദാസൻ അധ്യക്ഷം വഹിച്ചു. CITU ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ, മുൻ മേയർ M ഭാസ്കരൻ, P ലക്ഷ്മണൻ, K ഹരിദാസൻ, TV നിർമ്മലൻ, CP സുലൈമാൻ, KV മനോഹരൻ, PA ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്. ഒത്തൊരുമിക്കാൻ, ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനൊപ്പം. റംസാൻ ഓണം ഖാദി മേള മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ, സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കോഴിക്കോട് ജില്ലാ സമ്മേളനം നളന്തയിൽ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P പ്രഭാകരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P പ്രഭാകരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻകാരുടെ പെൻഷനും പരിഷ്കരിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ 1 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നത് ആശങ്കയുണർത്തുകയാണെന്നും ഈ സാഹചര്യത്തിൽ പെൻഷൻകാർക്ക് 20% ഇടക്കാലാശ്വാസം നേടിയെടുക്കുന്നതിനുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുവാവായ രാവിലെ സുഖമായി ഉറങ്ങുകയാണ്. അവിടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള 88-90 വയസ്സെത്തിയ അധ്വാനിക്കുകയും അതുപോലെ പ്രായമുള്ള എത്രയോ ആളുകൾക്കല്ല അവിടെ ഊർജ്ജസ്വലമായ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ തന്നെ ഉറങ്ങാനാണ് കഴിയുന്നത്. ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ കറുത്തേടത്ത് അധ്യക്ഷം വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് E ദിവാകരൻ, NGO സംഘ് ജില്ലാ സെക്രട്ടറി T ദേവാനന്ദൻ, NTU ജില്ലാ സെക്രട്ടറി ദേവദാസൻ, അഡ്വക്കേറ്റ് P ജയബാനു, EP സോമനാഥൻ എന്നിവർ സംബന്ധിച്ചു. പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഏവരെയും ഓർമ്മിപ്പിച്ച ഒഡേസ സത്യൻ ഓർമ്മയായി. അർബുദം ബാധിച്ച് ദീർഘനാളായി ചികിത്സയിലായിരുന്ന സത്യൻ ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞത്. സംസ്കാര ചടങ്ങുകൾ വടകരയിൽ നടന്നു.
ജനകീയ സിനിമയുടെ ഉജ്ജ്വല പ്രവർത്തകനായ ഒഡേസ സത്യൻ എന്ന CV സത്യൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. പുലർച്ചെ 3 മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദം ബാധിച്ച് ദീർഘനാളായി ചികിത്സയിലായിരുന്ന സത്യൻ അവസാനം വരെ ജനകീയ സിനിമ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നു. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് ശ്രീനാരായണ നഗറിലെ വീട്ടുവളപ്പിൽ നടന്നു. അനീതിക്കെതിരെ ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ എക്കാലവും മുന്നിലായിരുന്നു സത്യൻ. ജോൺ എബ്രഹാമിന്റെ പാതയിൽ ജനകീയ സിനിമയിൽ സജീവമായപ്പോഴും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാനും പ്രതികരിക്കാനും മറന്നിരുന്നില്ല. CPIML പ്രസ്ഥാനത്തിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. ജനകീയ സാംസ്കാരിക വേദിയിലും സജീവമായിരുന്നു. സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജോൺ എബ്രഹാമിന് ശേഷം ഒഡേസയ്ക്ക് ഉണർവ് പകർന്ന സത്യൻ ജനകീയ സിനിമാ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. കലാപ്രസ്ഥാനങ്ങളുടെ സഹായത്തോടെ തെരുവോരങ്ങളിലും ഹാളുകളിലും ജനകീയ സിനിമകൾ പ്രദർശിപ്പിച്ചു. ജനങ്ങളുടെ സഹകരണത്താൽ നല്ല സിനിമകൾ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും തയ്യാറായി. ഇത്രയും യാത്രാഭാഗം, അഗ്നിരേഖ, മോർച്ചറി ഓഫ് ലവ്, വേട്ടയാടപ്പെട്ട മനസ്സ് എന്നിവ സത്യന്റെ സിനിമകളാണ്. കവി അയ്യപ്പനെ കുറിച്ചുള്ള മ്യൂസിക്കൽ ആൽബമായ ബലിക്കുറുപ്പിന് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു. സിനിമകൾക്കും ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീനാരായണ നഗറിൽ ചീരാൻവീട്ടിൽ കങ്കന്റെയും ചീരുവിന്റെയും മകനായ സത്യൻ പഠനകാലത്ത് തന്നെ ഇടത് ആഭിമുഖ്യം പുലർത്തിയിരുന്നു. ഇടത് തീവ്ര മനസ്സുമായി സാമൂഹികമായ വേർതിരിവുകളെ എക്കാലവും ചോദ്യം ചെയ്തു പോന്നു. ജെന്നിയാണ് ഭാര്യ. സോയ, സാന്ദ്ര എന്നിവർ മക്കളാണ്. +2 സ്കൂളുകൾ അനുവദിച്ചതിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്ന് SFI. വിദ്യാഭ്യാസ കച്ചവടത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മന്ത്രിയുടെ കോലവും കത്തിച്ചു. നിയമവിരുദ്ധമായി അനുവദിച്ച +2കൾ കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ വിദ്യാഭ്യാസ കച്ചവടത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI നേതൃത്വത്തിൽ DDE ഓഫീസിന് മുൻപിൽ മാർച്ചും പ്രകടനവും നടത്തി. DC ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് DDE ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബിന്റെ കോലം പ്രവർത്തകർ കത്തിച്ചു. SFI ജില്ലാ സെക്രട്ടറി MK നികേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് TP അമർജിത്ത്, ഷർഹദ് ഖാൻ എന്നിവർ നേതൃത്വം നൽകി. വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമേകിക്കൊണ്ട് അരക്കിണർ മുണ്ടകൻപാടത്ത് KSEB പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. വോൾട്ടേജ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനോദ്ഘാടനം KSEB ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E മുഹമ്മദ് ഹനീഫ നിർവഹിച്ചു. അരക്കിണർ മുണ്ടകൻപാടം മേഖലയിലെ വൈദ്യുതി വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി. വോൾട്ടേജ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയിൽ KSEB സ്ഥാപിച്ച പുതിയ ട്രാൻസ്ഫോമർ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. KSEB ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E മുഹമ്മദ് ഹനീഫ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. മുണ്ടകംപാടം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി M റിജീഷ് അധ്യക്ഷം വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രസാദ് കുട്ടൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ഗണേഷ് കുമാർ, സബ് എഞ്ചിനീയർ T സജിത് കുമാർ, AP ഷൈജു, U ജയാനന്ദൻ, KP ഗഫൂർ, K ഷിംജിത്ത്, കട്ടയിൽ ഗോപി, മോഹനൻ മലർക്കാവിൽ, സുരേഷ് എന്നിവർ സംസാരിച്ചു. ചിന്ത റോഡിൽ മുണ്ടകൻപാടം അയ്യപ്പൻകാവ് റോഡ്, ഓൾഡ് ചിന്ത റോഡ്, ചെമ്മരം മേഖലയിൽ വോൾട്ടേജ് ക്ഷാമം അതിരൂക്ഷമായിരുന്നു. ക്ലാസിൽ ബഹളം വെച്ചതിനെ വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചുവെന്നാരോപിച്ച് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. കൊയിലാണ്ടി ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി PK ആദർശിനെയാണ് മർദ്ദിച്ചുവെന്നാരോപണം. കൊയിലാണ്ടി പൊയിൽക്കാവ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചുവെന്നാരോപിച്ച് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. മുജുകുന്ന് പുതിയോട്ടുകണ്ടി രാജന്റെ മകൻ PK ആദർശിനെയാണ് മർദ്ദിച്ചെന്നാരോപിച്ച് പരാതി നൽകിയത്. ക്ലാസിൽ അധ്യാപകൻ ഇല്ലാത്ത സമയത്ത് ബഹളം വെച്ചതിന് അധ്യാപകൻ മർദ്ദിക്കുകയായിരുന്നുവെന്ന് രക്ഷിതാക്കൾ പറയുന്നു. അവശനായ കുട്ടിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതോടെ വീട്ടിലേക്ക് മടക്കി. വീണ്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരാതിയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കൊയിലാണ്ടി പോലീസ് അറിയിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിക്കെതിരെ BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് നയിക്കുന്ന കാൽനട പ്രക്ഷോഭ ജാഥ പര്യടനം ആരംഭിച്ചു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥ അരക്കിണർ അങ്ങാടിയിൽ പതാക കൈമാറി. BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിക്കെതിരെ BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് നയിക്കുന്ന സേവ് കോഴിക്കോട് പ്രക്ഷോഭയാത്ര പ്രചരണം ആരംഭിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ അരക്കിണറിൽ ഉദ്ഘാടനം ചെയ്തു. +2 അഴിമതി കേസിൽ ഹൈക്കോടതിയുടെ വിമർശനം കേട്ടിട്ടും നാണമില്ലാതെ നിൽക്കുന്ന കേരള സർക്കാരിന് അഴിമതിയിൽ മുങ്ങിയ കോഴിക്കോട് കോർപ്പറേഷനെതിരെ ചെറുവിരൽ അനക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുവണ്ണൂരിലെ സർക്കാർ ഭൂമി കയ്യേറിയ ലീഗ് നേതാവിനു വേണ്ടി കോർപ്പറേഷനിലെ അഴിമതി ലീഗ് മന്ത്രിമാർ മൂടിവെക്കുകയാണ്. ചെറുവണ്ണൂരിലെ ഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കോർപ്പറേഷനെതിരായ അഴിമതി അന്വേഷിക്കുന്നില്ലെന്നാണ് ലീഗ് CPM കരാറെന്നും മുരളീധരൻ പറഞ്ഞു. ജാഥയുടെ പതാക സംസ്ഥാന അധ്യക്ഷൻ മുരളീധരൻ ജാഥ ക്യാപ്റ്റൻ P രഘുനാഥിന് കൈമാറി.
BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ, KP പ്രകാശൻ, KP ശ്രീശൻ, KS മിജിത്ത്, ജയ സദാനന്ദൻ, P രമണിഭായ് എന്നിവർ സംസാരിച്ചു. പ്രക്ഷോഭജാഥ ചൊവ്വാഴ്ച രാവിലെ വട്ടക്കിണറിൽ നിന്നും ആരംഭിച്ചു. കോഴിക്കോടിനെ കോഴക്കോടാക്കി മാറ്റുന്ന അഴിമതിക്കാരെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ സമാരാധനായ ജില്ലാ അധ്യക്ഷൻ, നിരവധി ജനകീയ സമരങ്ങളുടെ ധീരനായകൻ ശ്രീ P രഘുനാഥ് നയിക്കുന്ന പ്രക്ഷോഭയാത്ര, പദയാത്ര പിന്നിട്ട പാതകളിലെ അനവധി കഴിഞ്ഞ 6 മാസത്തിനിടെ വടകരയിൽ 1 കോടിയിലധികം രൂപയുടെ കുഴൽപ്പണ വേട്ട നടന്നു. കഴിഞ്ഞ ദിവസം 5,30,30,000 രൂപയാണ് മലപ്പുറം വേങ്ങര സ്വദേശിയിൽ നിന്നും ASP യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് പിടിച്ചെടുത്തത്. വടകര റെയിൽവേ സ്റ്റേഷനിൽ 5,30,30,000 രൂപയുടെ കുഴൽപ്പണവുമായി യുവാവ് പോലീസ് പിടിയിൽ. മലപ്പുറം വെങ്ങര വലിയോറ നെല്ലിയാട്ടുതൊടി അയൂബിനെയാണ് ASP GH യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള നിഴൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വള്ളിക്കാട്ട് ഭാഗത്തേക്ക് പോകുന്നതിനായി വടകര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയപ്പോഴാണ് പിടിയിലായത്. മലപ്പുറത്തുള്ള അബ്ദു ഏൽപ്പിച്ചതാണ് പണമെന്ന് അയൂബ് പോലീസിനോട് പറഞ്ഞു. 30,000 രൂപ വള്ളിക്കാടും ബാക്കി തുക കണ്ണൂരിലെ ഇരിക്കൂറിലേക്കുമാണ് പ്രതി കൊണ്ടുപോയിരുന്നത്. പണമടക്കം അയൂബിനെ എൻഫോഴ്സ്മെന്റിന് കൈമാറി. വടകരയിൽ ഇതുവരെ 1,02,00,000 രൂപയുടെ കുഴൽപ്പണം ഇതിനകം പിടികൂടിയിട്ടുണ്ട്. ഒരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. ഉറൂബ് ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഉറൂബ് സാംസ്കാരിക വേദി മാധ്യമ വിശ്വാസ്യത എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. MP വീരേന്ദ്രകുമാർ ആർട്ട് ഗാലറി പരിസരത്ത് ഉദ്ഘാടനം ചെയ്തു. മഹത്തായ രചനകൾ നടത്തിയിട്ടും അംഗീകാരങ്ങൾ ലഭിക്കാതെയും ഓർക്കപ്പെടാതെയും പോയ സാഹിത്യകാരനായിരുന്നു ഉറൂബ് എന്ന് വീരേന്ദ്രകുമാർ പറഞ്ഞു. മാധ്യമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനങ്ങൾ മാധ്യമങ്ങൾക്ക് വേണ്ടിയല്ലെന്നും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ പറഞ്ഞു. ഉറൂബ് സാംസ്കാരിക സമിതിയുടെ ഉറൂബ് ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മാധ്യമ വിശ്വാസ്യതയെക്കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങൾക്കും വാർത്തകൾക്കും വിശ്വാസ്യത അനിവാര്യമാണ്. ഉറൂബ് ആത്യന്തികമായി മനസ്സിന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച സാഹിത്യകാരനായിരുന്നു. മഹത്തായ രചനകൾ നടത്തിയിട്ടും അംഗീകാരങ്ങൾ ലഭിക്കാതെയും ഓർമ്മിക്കപ്പെടാതെയും പോയ സാഹിത്യകാരനാണ് ഉറൂബ് എന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. വ്യക്തിപരമായ ഒരു അനുഭവമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഉമ്മാറ്റൊക്കെ വാങ്ങിച്ചത്. ഞാൻ ചെറുപ്പനോട് കാത്തിരിക്കുകയായിരുന്നു. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷ, KN കുഞ്ഞമ്മദ്, NP ചേക്കുട്ടി, ഡോക്ടർ KV തോമസ്, KP വിജയകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയ കൊയിലാണ്ടി നഗരസഭയ്ക്ക് പൗരാവലിയുടെ ആദരം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മുൻ MLA P വിശ്വൻ ഉപഹാരം സമർപ്പിച്ചു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയ കൊയിലാണ്ടി നഗരസഭയ്ക്ക് പൗര സ്വീകരണം നൽകി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി K ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ MLA P വിശ്വൻ ഉപഹാരം നൽകി. പ്രസിദ്ധ സിനിമാ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഉപഹാരങ്ങൾ നൽകി. KK മുഹമ്മദ്, KK നിയാസ്, V സുന്ദരൻ, TK ചന്ദ്രൻ, K ശാന്ത എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. വേദങ്ങളിലൂടെ നവമാനവികത, ലോകസമാധാനത്തിനെന്ന സന്ദേശ പ്രചരണത്തിന് മുൻതൂക്കം നൽകി അഗ്നിഹോത്ര യജ്ഞം കോഴിക്കോട്ട് നടന്നു. കശ്യപാശ്രമത്തിന്റെ വേദഗുരുകുലം ശിലാന്യാസത്തിന്റെ ഭാഗമായി കുലപതി ആചാര്യ MR രാജേഷിന്റെ നേതൃത്വത്തിലാണ് ജാതിമത ഭേദമന്യേ 2,500-ലധികം പേർ പങ്കെടുത്ത അഗ്നിഹോത്രം നടന്നത്. കശ്യപാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കക്കോടി ഒറ്റത്തെങ്ങിൽ 2,500 പേരുടെ അഗ്നിഹോത്രം നടത്തി. കശ്യപാശ്രമം ആചാര്യൻ ഡോക്ടർ MR രാജേഷ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുംബൈ മുൻ പോലീസ് കമ്മീഷണറും ബാഗ്പാത് MPയുമായ ഡോക്ടർ സത്യപാൽ സിംഗ് മുഖ്യാതിഥിയായിരുന്നു.
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും യജ്ഞത്തിനെത്തി. കക്കോടി ഒറ്റത്തെങ്ങ് പൂനൂർ പുഴയുടെ തീരത്ത് കശ്യപാശ്രമത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വേദഗുരുകുലത്തിന്റെ ശിലാന്യാസം MDH ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മഹാശയ് ധരംപാൽ നിർവഹിച്ചു. MR രാജേഷ് രചിച്ച 9 വൈദിക ഗ്രന്ഥങ്ങളുടെ പ്രകാശനവും നടന്നു. വിവേക് ഡി ഷേണായ്, വിപിൻ ദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ജീവിതകഥ കാലപ്രമാണം പ്രകാശനം ചെയ്തു. കഥാകൃത്ത് ടി പത്മനാഭൻ പെരുവനം കുട്ടന്മാരാർക്ക് ആദ്യ പ്രതി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകൻ ശ്രീജിത്ത് കെ വാര്യരാണ് പുസ്തകം രചിച്ചത്. ചെണ്ടയുടെ താളം കാലത്തിന്റെ മേലെ എത്തിച്ച മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ജീവിതം അടയാളപ്പെടുത്തുന്ന പുസ്തകം കാലപ്രമാണം പ്രകാശനം ചെയ്തു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്ത് ടി പത്മനാഭനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. പെരുവനം കുട്ടന്മാരാർ പുസ്തകം ഏറ്റുവാങ്ങി. കാലം സംഗീതത്തിൽ മാത്രമല്ല ജീവിതത്തിലും പരമപ്രധാനമാണെന്ന് ടി പത്മനാഭൻ അഭിപ്രായപ്പെട്ടു. ആത്മബോധം വേണ്ടുവോളമുള്ള കലാകാരനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. അദ്ദേഹത്തിന്റെ മഹത്തായ സംഗീതത്തെക്കുറിച്ച് വിവരിക്കുവാൻ കഴിയില്ല, അനുഭവിക്കാനേ കഴിയൂ എന്നും ടി പത്മനാഭൻ അഭിപ്രായപ്പെട്ടു. മട്ടന്നൂർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ നോക്കി കാലസ്വരൂപനാം ഈശ്വരൻ ഇവിടെ ഉണ്ട് എന്ന് പറയുമായിരുന്നു. ചടങ്ങിൽ MR രാഘവ വാര്യർ അധ്യക്ഷം വഹിച്ചു. ശ്രീജിത്ത് കെ വാര്യർ രചിച്ച പുസ്തകം KB രാജാനന്ദ് പരിചയപ്പെടുത്തി. ശങ്കരൻകുട്ടിയുടെ മകൻ ശ്രീകാന്ത്, AV ശ്രീകുമാർ, ശ്രീജിത്ത് കെ വാര്യർ എന്നിവർ സംസാരിച്ചു. DC ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഷഹീദ് കുഞ്ഞിമരക്കാർ ആണ്ട് നേർച്ചയ്ക്ക് സമാപനം. ബേപ്പൂർ മുദാക്കര ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് ആണ്ട് നേർച്ച നടന്നത്. ദുആ മജ്ലിസിന് കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമുലുല്ലൈലി തങ്ങൾ നേതൃത്വം നൽകി. ബേപ്പൂർ മുദാക്കര ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ ഷഹീദ് കുഞ്ഞിമരക്കർ ഗാസി ആണ്ട് നേർച്ച നടന്നു. ഷൈഖുന ഏലക്കുളം ബാപ്പു മുസ്ലിയാർ മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകി. അഷറഫ് ഫൈസി പുല്ലാറ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദുആ മജ്ലിസിന് കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമുലുല്ലൈലി തങ്ങൾ നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് P അഹമ്മദ് കോയ ഹാജി, സെക്രട്ടറി C മുസ്തഫ ഹാജി, P അബൂബക്കർ, M അബ്ബാസ്, KP റിയാസ് ഹാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. വൈദ്യുതി നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച നടപടിയിൽ വ്യാപക പ്രതിഷേധം. CITU നേതൃത്വത്തിൽ വൈദ്യുതി ഭവനുകളിലേക്കും ഇലക്ട്രിസിറ്റി ഓഫീസുകളിലേക്കും മാർച്ച് നടത്തി. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPM നല്ലൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. സമാപനത്തിൽ ബ്രാഞ്ച് മെമ്പർ T നാരായണൻ, സെക്രട്ടറി C പ്രകാശൻ, പ്രതീശൻ, ജിതേഷ്, വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. രണ്ടാമത് നാഷണൽ ഡിസബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് ലോഗോ പ്രകാശനം ചെയ്തു. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ വ്യവസായിയായ PK അഹമ്മദ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂരിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. രണ്ടാമത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 11 മുതൽ 13 വരെ കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നടക്കുക. PKCACS ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഔപചാരിക ഉദ്ഘാടനം പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഓഗസ്റ്റ് 20 നിർവഹിക്കും. അതോടൊപ്പം നിർമ്മാണം പൂർത്തീകരിച്ച MK അബ്ദുൽ ഖാദർ ഹാജി മെമ്മോറിയൽ മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം പത്മശ്രീ MA യൂസഫ് അലി ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും സർക്കാരിന്റെയും അംഗീകാരം കിട്ടിയ കോളേജ് 2013-14 വർഷത്തിൽ അധ്യയനം ആരംഭിച്ചതായും കാലിക്കറ്റ് ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് PK അഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഗാന്ധി കേളപ്പന്റെ 125ാം ജന്മവാർഷികാചരണ പരിപാടികൾക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സെപ്റ്റംബർ 1 പയ്യോളിക്കടുത്തുള്ള പാക്കനാർപുരത്ത് തുടക്കം കുറിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് അധ്യക്ഷത വഹിക്കും. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയത്തിന്റെയും പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ശിലാസ്ഥാപന കർമ്മവും മുഖ്യമന്ത്രി നിർവഹിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സെപ്റ്റംബർ 5 മുൻപ് സംസ്ഥാനത്തെ തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം കുടുംബശ്രീ നിലനിൽക്കുമെന്ന് മേയർ പ്രൊഫസർ AK പ്രേമജ.
കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമെന്ന് സ്കൂൾ മാനേജ്മെന്റ്. തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ നടപടിയെന്നും മാനേജ്മെന്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.